മോഹൻലാലിന്റെ 3 സിനിമകൾ 50 കോടി ക്ലബിൽ ഇടം നേടി. പൃഥ്വിരാജിന്റെ 2 ചിത്രങ്ങളും നിവിൻ പോളിയുടെ ഒരു ചിത്രവും 50 കോടി ക്ലബിലെത്തി. എന്നിട്ടും ഒരു മെഗാസ്റ്റാർ ചിത്രം ആ പട്ടികയിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇതാ ആദ്യമായി ഒരു മമ്മൂട്ടി ചിത്രം 50 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു. നവാഗതനായ ഹനീഫ് അദനി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദറാണ് മമ്മൂട്ടിയുടെ മാനം രക്ഷിച്ചത്. 17 ദിവസം കൊണ്ടാണ് മമ്മൂട്ടി ചിത്രം 50 കോടി ക്ലബിലെത്തിയത്. ആദ്യ ദിവസം തന്നെ 4.31 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടി മമ്മൂട്ടി ഞെട്ടിച്ചു. ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം 28 കോടി രൂപയാണ് ഗ്രേറ്റ് ഫാദർ നേടിയത്. 18 ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രം കേരളത്തിന് പുറത്തുനിന്ന് നേടിയത് 7.83 കോടി രൂപയാണ്. ഗൾഫ് നാടുകളിൽ നിന്നും റിലീസ് ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ 13.38 കോടിയും ചിത്രം കളക്ട് ചെയ്തു. അങ്ങനെ ആകെ മൊത്തം ഇതുവരെ ദ ഗ്രേറ്റ് ഫാദർ നേടിയത് 50.07 കോടി രൂപയാണ്. വെറും 7 കോടി രൂപയ്ക്കൊരുക്കിയ ചിത്രം ഇത്രയും വലിയ ഗ്രോസ് കളക്ഷൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേടുന്നത് വിജയം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും മാത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ കളിക്കുന്നത്. ഏപ്രിൽ അവസാനത്തോടെ USA, യൂറോപ്പ് രാജ്യങ്ങളിൽ ചിത്രം റിലീസ് ചെയ്യും. അങ്ങനെയെങ്കിൽ പുലിമുരുകന് പിന്നാലെ ഗ്രേറ്റ് ഫാദറും എത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. റിലീസ് ചെയ്ത ഇടങ്ങളിലെല്ലാം ചിത്രം ഇപ്പോഴും മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.